ഇപ്പോൾ രേണുസുധിയും ഇവരൊക്കെയാണ് താരങ്ങളായിട്ട് നിൽക്കുന്നത്. ആദ്യം ഇവരെ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ ഇവരുടെ ഒരു മാഗസീൻ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഇവരുടെ അനുഭവിച്ച ഒരുപാട് കഷ്ടതകളും കാര്യങ്ങളൊക്കെ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും ഒരു വിഷമമാകും. അങ്ങനെ എനിക്ക് ഇവർ ഇഷ്ടമായിരുന്നു. ഇവരുടെ ഓരോ യാതനകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇവരോട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഇടയായിട്ട് ഞാൻ ഇവരങ്ങനെ ഫോളോ ചെയ്തൊന്നും പോകാറൊന്നുമില്ല. കാരണം എനിക്ക് ഇവരുടെ വീഡിയോസിൽ കുറച്ച് വൾഗാരിറ്റി തോന്നിയേക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ഫോളോ ചെയ്യാറില്ല. പക്ഷെ ഈ ഇടയായിട്ട് എനിക്ക് വരുന്നത് മുഴുവൻ ഇവരുടെ റീൽസും കാര്യങ്ങളൊക്കെയാണ്. അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. ഇവരൊരു പുരുഷനിൽ നിന്നാണ് സ്ത്രീയിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്ന പക്ഷം ഈ സ്ത്രീ ശരീരം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അപമാനിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ ഈ ഫിലിംസിലോ ഈ ഹോളിവുഡിലോ ബോളിവുഡിലോ ഫിലിംസിലോ ഒന്നുമല്ലല്ലോ ഈ അഭിനയിക്കുന്നത്. ഈ നമ്മുടെ ഫോണിൽ വരുന്ന ഈ നോർമൽ റീൽസിലും കാര്യങ്ങളൊക്കെ അല്ലേ, അതിനകത്തൊക്കെ ഇവർ ഇതുപോലെ വേഷം കെട്ട് കാണിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ കഴിയുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീയുടെ ശരീരത്തിൽ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവരെ കാണിച്ചു കൂട്ടുന്നത്. ഒരു സ്ത്രീ ആയിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മാനത്തിനും കൂടി വിലയുണ്ടാവും. ഇവരൊരിക്കലും ഈ ആൺവേഷമൊക്കെ കെട്ടിയിട്ട് ഈ ശരീരം മുഴുവൻ പ്രദർശിപ്പിക്കുമ്പോഴത്തേനും ഇവർ സത്യം പറഞ്ഞാൽ ഇവര് സ്ത്രീയുടെ മനസ്സാണെന്ന് ഇവർ പറയുന്നുണ്ട്. ഒരു സ്ത്രീയുടെ മനസ്സ് ഒരിക്കലും ഇതുപോലെ ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലെങ്കിൽ ഇവരുടെ കൾച്ചർ അതായിരിക്കണം. കാരണം ഇവര് ജീവിക്കുന്നത് കേരളത്തിൽ തന്നെയല്ലേ. ഈ കേരളത്തിലെ ഏത് സ്ത്രീകളാണ് ഇതുപോലെ വേഷം കെട്ടും കാണിച്ച് നടക്കുന്നത്? അതായത് ഒരു പുരുഷനിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ നമ്മൾ അംഗീകരിച്ചിട്ട് ആ അംഗീകാരത്തിന് ഇപ്പൊ മുതലെടുക്കുക. അതുപോലെ തന്നെ ഇവര് സ്ത്രീയുടെ ശരീരം ആക്കിയിട്ട് എന്തൊക്കെ കാണിക്കാൻ പറ്റുന്നു ഇവര് ചില ഇതിനകത്തൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് പറയാനും കാണിക്കാനും തന്നെ ബുദ്ധിമുട്ടാണ്. എന്തായാലും ദീപ്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് സ്ത്രീയോട് ബഹുമാനമുണ്ടെങ്കിൽ, സ്ത്രീ എന്നതിനോട് ബഹുമാനമുണ്ടെങ്കിൽ, നിങ്ങൾ സ്ത്രീ ആകുന്നതിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലുള്ള കാട്ടായും കോപ്രായങ്ങളൊക്കെ നിർത്തുക. ഈ ശരീര പ്രദർശനം വഴി നിങ്ങൾക്ക് വ്യൂസിനെ കൂട്ടാനായിട്ട് നിർത്തുക. നോർമലായിട്ട് നിങ്ങൾ ചെയ്യൂ. റീൽസും കാര്യങ്ങളും സോഷ്യൽ മീഡിയ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ ശരീര പ്രദർശനം നടത്തിയിട്ട് ഇതുപോലെ അപമാനിക്കരുത് മറ്റുള്ളവരും കൂടി. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു പുരുഷനാണ്. പുരുഷനിൽ വന്ന സ്ത്രീക്ക് ഞങ്ങൾ ഇത്രയും അംഗീകാരം നൽകിയിട്ട് നിങ്ങൾ അത് ഭയങ്കരമായിട്ട് മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഏതൊരു സ്ത്രീയാണ് ഇങ്ങനെയൊക്കെ കടന്ന് കാണിക്കുന്നത്? നോർമലി ഏതൊരു ചീത്ത സ്ത്രീ ആണെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുനിയുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ പിന്നെ സ്ത്രീ അല്ലാത്തതുകൊണ്ടായിരിക്കും സ്ത്രീയുടെ വില മനസ്സിലാവാത്തത്. എനിക്കറിയത്തില്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേന് ഇവരൊക്കെ സ്ത്രീയുടെ മനസ്സാണ്, എന്താണ് ശരീരം മാത്രമാണ് പുരുഷന്റെ എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കേണ്ട കാര്യമുണ്ട്? ഇവര് സ്ത്രീ ശരീരത്തിന് ഉദാഹരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ കണ്ണെഴുതിയതുകൊണ്ടാണ് കേട്ടോ. കണ്ണെഴുതി ഐബ്രോ ടച്ച് ചെയ്തു. ആൻഡ് പിന്നെ ഓൾറെഡി നമ്മുടെ ശരീരത്തുണ്ടല്ലോ ബാധ കയറിയിട്ടുണ്ട്, ആവാഹിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അതുകൊണ്ട് ചില സംടൈം സംസാരിക്കുമ്പോഴൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഇവര് മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഇവര് നയൻതാരയെ പോലെ ഉണ്ടെന്ന് ഒരുപാട് വീഡിയോസിൽ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് ഇവരുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, നയൻതാരനെ കൂട്ടായിരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നയൻതാരയുടെ ഒരു ബോൾഡ് ലുക്ക്, ഇപ്പോഴത്തെ ലുക്ക്, പണ്ടത്തെ നയൻതാര അറിയാമെന്ന് വെച്ചാൽ ചബ്ബിയൊക്കെ ആയിട്ടുള്ള ചബ്ബിയൊക്കെ ആയിട്ടുള്ള നയൻതാരയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നയൻതാര ഒരു ബോൾഡ് ലുക്കാണ്. അതായത് ഫേസ് ഒക്കെ കോണ്ടൂർ ചെയ്ത് പിരിവൊക്കെ ആണെങ്കിലും നല്ല ഐബ്രോസ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് തിക്നെസ്സിലൊക്കെ എടുത്തിട്ട് ചെയ്തേക്കാണ്. എൻ്റെ ഒരു അഭിപ്രായത്തില് ഇവരും അതേപോലെയാണ് ഇവർ ചെയ്തേക്കണത്. അവരുടെ ഫേസ് അതേപോലെ ആക്കി, അതുപോലെ തന്നെ അവരുടെ ഐബ്രോസ് അതേപോലെ ആക്കി, പിന്നെ അവരുടെ ലുക്കുകൾ സ്വീകരിക്കുന്നു. ഏതൊരു കക്ഷിയും അതുപോലെ ലുക്ക് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ അതേപോലെ തന്നെ ആവും. അത് നോർമലാണ്. ഇതിപ്പോൾ ഏതൊരു ആൾക്കാർ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നുള്ളൂ. നമ്മുടെ മനുഷ്യരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പിരികം എന്ന് പറയുന്നത്, ഐബ്രോസ്. ഈ ഐബ്രോസിന് എന്ത് മാറ്റം വരുത്തില്ല. ഇപ്പൊ ഈ നയൻതാരയുടെ പോലത്തെ ഒരു ഐബ്രോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതുപോലെ തോന്നും. അതായത് ഇവര് കാണിക്കുന്ന നയൻതാര ഏത് വേഷം ഇടുന്നു ആ വേഷത്തിലെ പോലെ ഇവര് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു, ആൾക്കാർ മുമ്പിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴത്തേന് നയൻതാരയുടെ ആ ലുക്ക് കാണുമ്പോഴത്തേക്കും ഇവരും ആ ലുക്ക് തന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്നു.
അതിലൂടെ ഇവർ നയൻതാര എന്നൊരു പരിവേഷത്തിലൂടെ എത്താനായിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് കുറെ മണ്ടന്മാർ പറഞ്ഞാൽ ആ നയൻതാരനെ കൂട്ടിരിക്കണം. ഏതൊരു സ്ത്രീയും നയൻതാരയുടെ പോലത്തെ ഒരു ബോൾഡ് ലുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഏകദേശം നയൻതാരയുടെ ഒരു മുഖത്തിന്റെ സ്ട്രക്ചർ, ഒരു ഷേപ്പ്, നയൻതാരയുടെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഓവൽ ടൈപ്പ് ഷേപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ സാധിക്കും.